കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 41. രചന ശാലിനി ഇ.എ. വാതിൽ തുറന്ന് അകത്ത് കയറിയ സൂരജ് ബെഡ്റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് സ്തംഭിച്ചു നിന്നു. വാതിൽ ഞാൻ ചാരിയിട്ടിട്ടല്ലേ പോയത്, ഇനി താൻ അറിയാതെ അച്ഛനെങ്ങാനും ലോക്ക് ചെയ്തു? അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ലോക്ക് തുറന്ന് അകത്ത് കയറി. വാതിലിനടുത്ത് തന്നെ ചെരിഞ്ഞു കിടക്കുന്ന അനുപമയെ കണ്ട് സൂരജിൻ്റെ വയറൊന്ന് കാളി. അവൻ പെട്ടെന്ന് അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അനു അനു തട്ടി വിളിച്ചിട്ടൊന്നും അവളിൽ അനക്കമില്ലെന്ന് കണ്ടതും അവൻ കിച്ചണിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. 1-2 വട്ടം വെള്ളം മുഖത്തേക്ക് കുറഞ്ഞതിന് ശേഷമാണ് അവളിൽ ഒരു അനക്കമുണ്ടായത്. അവൻ അവളുടെ അരികിലായിരുന്നു കൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്നിലേക്ക് ചാരിയിരുത്തി. ഗ്ലാസ്സിൽ നിന്ന് വെള്ളമെടുത്തവളുടെ മുഖം അമർത്തി തുടച്ചതിന് ശേഷം അവൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. ഒരു ഞരക്കത്തോടെ അവൾ പതിയെ മിഴികൾ തുറന്നു. അനു, നീ ഓക്കെ അല്ലേ? അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും തളർന്നു കിടക്കുന്ന അവസ്ഥയിലും അവളുടെ മിഴികളിൽ ദേഷ്യം നിറഞ്ഞു. നിന്നെ ഇപ്പോഴും അങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാ? ഞാൻ ചത്തോ എന്ന് അന്വേഷിക്കാനാണോ? ദേഷ്യത്തോടെ ചോദിക്കുന്നവളുടെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കിയവൻ. നോക്കിയിരിക്കാതെ കുറച്ച് വെള്ളം താടാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോകും. അവൻ വേഗം കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. ഒറ്റ വലിക്കാണ് അവൾ ആ വെള്ളം കുടിച്ചു തീർത്തത്. നീ എഴുന്നേറ്റ് കട്ടിലേക്ക് കിടക്ക്, ഞാൻ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് വരാം. അവൻ എടുത്തു കൊടുക്കുന്ന വെള്ളവും അവൾ പെട്ടെന്ന് തന്നെ കുടിച്ചു. നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. 10 മിനിറ്റ് ഇവിടെ കിടക്ക്, അപ്പോഴേക്കും ഞാൻ നിനക്ക് കഴിക്കാനുള്ളതായി വരാം. അല്പനേരം കിടന്നതും അവളുടെ ക്ഷീണം ശരീരത്തിൽ നിന്നും വിട്ടകന്നു. അനുപമ പതിയെ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും സൂരജ് കാലത്തുണ്ടാക്കാൻ വെച്ചിരുന്ന മാവെടുത്ത് 2 ദോശ ചുട്ട് ഒരു ഗ്ലാസ് ചായയുമായി വന്നു. ആർത്തിയോടെ അവളത് കഴിക്കുമ്പോൾ അവൻ അരികിലിരുന്ന് അവളുടെ മുടിയിൽ പതിയെ തലോടി. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണോ? വേണ്ട, കുറച്ച് കഴിഞ്ഞ് നീ പുറത്തു നിന്നും എന്തെങ്കിലും ഫുഡ് കനത്തിലൊന്ന് ഓർഡർ ചെയ്താൽ മതി. എന്നോട് എന്ത് ദേഷ്യമുണ്ടായിട്ടാണ് നീ ഡോർ ലോക്ക് ചെയ്തു പോയത്? സങ്കടത്തോടെ ചോദിക്കുന്നവോട് അവൻ കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം നിന്നെ മുറിക്കുള്ളിൽ പൂട്ടിയിടുമോ? എന്നെക്കുറിച്ച് അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത്? എന്നാൽ അവളുടെ മനസ്സിൽ ആ നിമിഷം മുതൽ ആദി തുടങ്ങിയിരുന്നു. അച്ഛനെ കണ്ടയുടനെ മുട്ടിയെടുക്കുന്ന ഇവൻ്റെ കൂടെ താനെങ്ങനെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കും? 3-4 ദിവസമായി തോരാത്ത മഴയാണ്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ഇടയ്ക്കിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും കടപുഴകി വീണ മരങ്ങൾ കാരണം റോഡിലെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഫോണിലാണെങ്കിൽ തീരെ റേഞ്ചും കിട്ടുന്നില്ല. കാളിദാസ് ആകെ കലിപ്പിലാണ്. ഏത് നേരത്താണാവോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? പുറത്തോട്ട് ഇറങ്ങാനും വയ്യ. അകത്തിരുന്നാൽ ഫോണിൽ എന്തെങ്കിലും കുത്തി നോക്കാമെന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ പൊട്ടുപോലുമില്ല. ബെഡിൽ ചമ്രം പണിഞ്ഞിരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പിറുപിറുക്കുന്നുണ്ട് ബാലു. ഇടയ്ക്ക് കാളിദാസിനെ കൊല്ലാനുള്ള കലിപ്പോടെ നോക്കുന്നുണ്ട്. ഇവൻ്റെ ഭാവം കണ്ടാൽ കാറ്റും മഴ സൃഷ്ടിച്ചത് ഞാനാണെന്ന് തോന്നുമല്ലോ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ കലിപ്പുണ്ട് നിൽക്കുക. അതിനിടയിൽ അവൻ്റെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ. ദേഷ്യത്തിൽ ബാലുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഗർജിക്കുന്നത് പോലെ പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്ന് പുറത്തെ മഴയിലേക്ക് നോക്കി നിന്നു. പുറത്ത് പെയ്യുന്ന കോരിച്ചൊരിയുന്ന മഴയൊന്നും അവൻ്റെ ഉള്ളിലെ ചൂടിനെ തണുപ്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല. 4 ദിവസം രണ്ടുപേരും പാലക്കാട് വന്ന് പെട്ടിട്ട്. അവിടെ ഒരു സ്കൂൾ ചിറ്റൂർ മംഗലത്ത് ഗ്രൂപ്പിൻ്റെ പേരിൽ വാങ്ങിയതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നതായിരുന്നു അവർ. വന്ന അന്ന് മുതൽ തുടങ്ങിയ മഴയാണ്. രജിസ്ട്രേഷൻ പിറ്റേന്ന് തന്നെ നടന്നു. എങ്കിലും റോഡുകളിലെ തടസ്സം കാരണം അവർക്ക് തിരിച്ചു പോരാനായില്ല. വീട്ടിലുള്ളവരുമായി കോൺടാക്റ്റ് ചെയ്യാനാണെങ്കിൽ അതിനും പറ്റാത്ത അവസ്ഥ. എന്തു വന്നാലും നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷമാണ് അവൻ ഉറങ്ങാനായി റൂമിനുള്ളിലേക്ക് എത്തിയത്. അപ്പോഴേക്കും ബാലു കിടന്ന് ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വില്യംസ് ആകെ പരിഭ്രാന്തിയിലാണ്. സൂരജിൻ്റെയും
അവൻ്റെ അച്ഛൻ്റെയും സംസാരങ്ങളടങ്ങിയ ഓഡിയോ ക്ലിപ്പ് കാളിദാസിന് അയച്ചു കൊടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇതുവരെ അത് ഡബിൾ ടിക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ അവർ പാലക്കാടോ മറ്റോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാളിദാസിനെ അറിയിക്കാൻ വൈകുന്തോറും വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വില്യംസിന് ഉറപ്പായിരുന്നു. ഇതിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ തലപുകഞ്ഞാലോചിച്ചു. ആ അച്ഛൻ്റെയും മകൻ്റെയും സംസാരത്തിൽ പ്രതിപാദിക്കുന്ന ജോല എന്ന കഥാപാത്രം ആരാണെന്ന് പോലും തനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യാനുള്ള അധികാരവും തനിക്കില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ കാളിദാസും ബാലുവും നാട്ടിലേക്ക് തിരിച്ചു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അന്ന് ജോല സ്കൂട്ടിയിലാണ് കോളേജിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം വരെ മഴ കാരണം കോളേജിന് അവധിയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി സത്യനാഥാണ് ജോലയെ കോളേജിൽ കൊണ്ടാക്കിയിരുന്നതും കൊണ്ടുവന്നിരുന്നതും. മാധവിൻ്റെ നിർബന്ധം മൂലമാണ് അതിന് മാറ്റം വന്നത്. സത്യനാഥൻ്റെ പേടി മുഴുവൻ കാളിദാസിനെയായിരുന്നു. അവൻ മൂലം തൻ്റെ മകൾക്ക് എന്തെങ്കിലും മാനഹാനി സംഭവിക്കുമോ എന്നതായിരുന്നു ആ അച്ഛൻ്റെ പേടി. എന്നാൽ മാധവിൻ്റെ സംസാരം മൂലം അയാളിൽ നിന്നും ആ ഭയം നീങ്ങിപ്പോയിരുന്നു. ജോലയുടെ പിന്നാലെ നിഴല് പോലെ നീങ്ങുന്ന കഴുകൻ കണ്ണുകൾ അവൾ ഇന്ന് സ്കൂട്ടിയിലാണ് കോളേജിലെത്തിയതെന്ന വാർത്ത എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞു. കരുണാകരൻ ഏൽപ്പിച്ച കൊട്ടേഷൻ ടീം ജോലയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത ആക്സിഡൻ്റ് സ്കെച്ച് വരച്ചു കഴിഞ്ഞു. വൈകുന്നേരം അവൾ കോളേജിന് പുറത്തേക്ക് കടക്കുന്ന സമയം മുതൽ അവരുടെ നിരീക്ഷണ വലയത്തിൽ ആയിരിക്കും. ആരുമില്ലാത്ത ഇടവും CCTV ഇല്ലാത്ത സ്ഥലവും നോക്കി കൃത്യം നടത്തുവാൻ അവർ തീരുമാനിച്ചു. പല സ്ഥലങ്ങളിൽ നിർത്തിയും തടിക്കഷ്ണങ്ങൾ മാറ്റിയിട്ടുമാണ് കാളിദാസും ബാലുവും യാത്ര തുടർന്നത്. കാലത്ത് തുടങ്ങിയ യാത്ര 4 മണിയാകുമ്പോഴും പാതി വഴി പിന്നിട്ടിരുന്നില്ല. വിശന്നൊരു വഴിയായപ്പോൾ മുന്നിൽ കണ്ട ചെറിയൊരു റെസ്റ്റോറൻറ്റ് മുന്നിൽ കാർ നിർത്തി ഉള്ളിലേക്ക് കയറി അവർ. ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് കാളിദാസിൻ്റെയും ബാലുവിൻ്റെയും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതിൻ്റെ ശബ്ദം ഇടതടവില്ലാതെ മുഴങ്ങിയത്. അതോടെ മൊബൈൽ സിഗ്നൽ കിട്ടിത്തുടങ്ങിയെന്ന് കാളിദാസിന് മനസ്സിലായി. അവൻ വേഗം ഫോണെടുത്ത് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. കാളി, നിങ്ങൾ സേഫല്ലേ? നിങ്ങളുടെ വിവരം അറിയാതെ വീട്ടിൽ അമ്മയും ചെറിയമ്മയും നല്ല ടെൻഷനിലാണ്. അയാൾ ആകുലതയോടെ ചോദിച്ചു. ഇല്ലച്ചാ, ഞങ്ങൾ ഓക്കെയാണ്. ഇവിടെ നിന്ന് കാലത്ത് തിരിച്ചതാ, പാതി വഴി പോലും കടന്നിട്ടില്ല. ഇതുവരെ റോഡ് മുഴുവൻ തടസ്സങ്ങളാണ്. എന്തായാലും രാത്രി ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തും. മൊബൈലിൽ സിഗ്നൽ ഇപ്പോഴാണ് ശരിയായത്. അത് കണ്ട് ഉടനെ ഞാൻ വിളിക്കുകയായിരുന്നു. എന്നാൽ ശരി, വൈകിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. കാളി വെക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. അവൻ കാൾ കട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലായതും അയാൾ പെട്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛാ? ഏതൊരു വില്യംസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു വീട്ടിലേക്ക് തിരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അർജൻറ്റായി എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ നിനക്ക് അയച്ച മെസ്സേജുകൾ ഒന്നും നിൻ്റെ ഫോണിലേക്ക് എത്തുന്നില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ അച്ഛാ, അച്ഛൻ വെച്ചോളൂ, ഞാൻ മെസ്സേജ് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ ഓഫ് ചെയ്ത് വാട്സാപ്പ് തുറന്നു. അതിൽ വില്യംസിൻ്റെ കുറേ മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ആദ്യം കാളിദാസ് തുറന്നത് വില്യംസ് അയച്ച ഓഡിയോ ക്ലിപ്പായിരുന്നു. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് അവൻ ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ തുടങ്ങി. സൂരജിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും സംസാരങ്ങൾ കേൾക്കുന്തോറും കാളിദാസിൻ്റെ രക്തം തിളച്ചു തുടങ്ങി. വാടാ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നതിനിടയിൽ നിന്നും കൈ കുടഞ്ഞ് എഴുന്നേറ്റു കാളിദാസ്. എന്താണെന്ന് ബാലുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ മാധവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പലവട്ടം റിങ് ചെയ്തിട്ടും മാധവ് ഫോൺ അറ്റൻഡ് ചെയ്തില്ല. റോഡിലേക്ക് ഇറങ്ങിയതും സിഗ്നലുകൾ ഒന്നും കിട്ടാതെയായി തുടങ്ങി. പലർക്കും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ ഒന്നും കണക്റ്റ് ആവുന്നില്ലായിരുന്നു. കാളിദാസിൻ്റെ പ്രവൃത്തികളൊന്നും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബാലു അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് എന്നോട് കൂടെ പറ. ഒടുവിൽ സ്പീഡിൽ കാർ ഓടിക്കുന്നതിനിടയിൽ അവൻ വില്യംസ് അയച്ച ഓഡിയോ ക്ലിപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാം ബാലുവിനോട് തുറന്നു പറഞ്ഞു. നീ ടെൻഷൻ അടിക്കാതിരിക്കൂ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്ന് അവിടെ എത്തുമല്ലോ, അതിനുശേഷം നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പരമാവധി സ്പീഡിൽ കാറുമായി കുതിച്ചു കാളിദാസ്. ജോല വളരെ സാവധാനമാണ് സ്കൂട്ടി ഓടിച്ചത്. അത് ഓടിക്കുമ്പോൾ അവളുടെ മനസ്സിൽ കാളിദാസിൻ്റെ വാക്കുകളായിരുന്നു. സ്കൂട്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ വളവ് തിരിയുമ്പോഴും ഹോൺ അടിക്കണം. അങ്ങനെ അവൻ പറഞ്ഞ ഒരു വാക്കുകളും അവളുടെ ഓർമ്മയിലെത്തി. ജോലയുടെ മുഖത്ത് ആ നിമിഷം ഒരു പുഞ്ചിരി വിടർന്നു.
ഓൺ അടിക്കാതെ തനിക്ക് അപകടം വരുത്തിവെച്ച മനുഷ്യനാണ് തന്നെ ഉപദേശിക്കുന്നത്. ചിന്തിച്ചുകൊണ്ട് ഒരു വളവ് തിരിഞ്ഞതും എതിരെ വന്ന ഒരു ജീപ്പ് അവളുടെ സ്കൂട്ടിയിലിടിച്ചതും ഒരുമിച്ചായിരുന്നു. അടുത്ത നിമിഷം നടു റോഡിൽ തെറിച്ചു വീണു അവൾ. ആൾക്കാർ ഓടിക്കൊന്നിടയിൽ അതിലെ വന്ന ഒരു കാർ നിർത്തിയതും നാട്ടുകാരെല്ലാം ജോലയെ പിടിച്ച് ആ വണ്ടിക്കുള്ളിൽ കയറ്റി. ഈ കുട്ടിയെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? നാട്ടുകാരുടെ ദയനീയ ചോദ്യത്തിന് ആ കാറിലുള്ളവർ സമ്മതം അറിയിച്ചു. കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന ജോലയെ അവർ താങ്ങി പിടിച്ചിരുന്നു. കാർ വളരെ വേഗം ചിറ്റൂർ മംഗലത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഇതൊന്നും അറിയാതെ കാളിദാസിൻ്റെ കാർ അമിത വേഗതയിൽ പായുകയായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.